بعد عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إنما الأعمال بالخواتيم رواه ابن حبان رحمه الله. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസാണ്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, തീർച്ചയായും അമലുകൾ അവയുടെ അവസാനമനുസരിച്ചാണ് പരിഗണിക്കപ്പെടുക. ഓരോ അമലും അവസാനിച്ചത് എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പ്രതിഫലം. ഈ ഒരു കാര്യം ദീനിൻ്റെ പല അമലുകളിലും പല ഇബാദത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിൽ ഒരു റക്അത്തിൻ്റെ അവസാനത്തെ ഭാഗം സുജൂദാണ്. സുജൂദിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖറബു മാ യകൂനു അൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. ഒരു അടിമ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം സുജൂദാണ്. അതുപോലെ പല ഇബാദത്തുകളും ഇത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് പരിശുദ്ധ റമദാൻ മാസം. റമദാനിലെ അവസാനത്തെ 10 ഏറ്റവും ഫضലുള്ളത്. ഇനി നമ്മുടെ മുന്നിൽ 1-2 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ റമദാനിൽ. ഈ ദിവസങ്ങൾ പല ആളുകളും പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയും അല്ലെങ്കിൽ ഒരു മാസത്തെ ഇബാദത്ത് കൊണ്ട് മടുപ്പ് വന്ന് ഇബാദത്തുകൾ കുറവ് വരുത്തുന്ന സമയമാണ്. നേരെ മറിച്ച് അതിൻ്റെ വിപരീതമാണ് നമ്മൾ ആവേണ്ടത്. എങ്ങനെയാണോ ഈ മാസം അവസാനിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ മാസത്തിനുള്ള പ്രതിഫലം, ഇതിലെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നത്. ഇപ്പോൾ റമദാനിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മാത്രം ബാക്കിയുള്ളൂവെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അതാണ് ഈ ഹദീസിന്റെ ആശയം. ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. ഏതൊരു അമലായാലും, റമദാനിലെ നോമ്പായാലും മറ്റുള്ള ഏത് അമലാണെങ്കിലും അതിൻ്റെ അവസാനം വരെ നന്നാക്കാൻ പരിശ്രമിക്കണം. അവസാനം എങ്ങനെയായിരുന്നോ അതിനനുസരിച്ചായിരിക്കും പ്രതിഫലം. ഇപ്പം റമദാനിൽ ഒരാൾ തുടക്കത്തിൽ വളരെ ആവേശത്തോടെ ഇബാദത്തുകൾ ചെയ്തു, അവസാനത്തിൽ മടി പിടിച്ച് 2 ദിവസം റമദാൻ അല്ലാത്തതുപോലെ കഴിച്ചു കൂട്ടി. മറ്റൊരാൾ റമദാനിലെ പകുതിയോ അതിൽ കൂടുതലോ അലസനായി കഴിഞ്ഞുകൂടി, അവസാനത്തെ ദിവസങ്ങളിൽ അവൻ ആവേശത്തോടെ ഇബാദത്ത് ചെയ്തു. ഇതിലാരാണ് അഫ്ളൽ? രണ്ടാമത്തെ ആളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളാവാൻ നമ്മൾ പരിശ്രമിക്കുക. ബാക്കിയുള്ള ഓരോ നിമിഷവും റമദാനിൽ പെട്ടത് തന്നെയാണ്. ഒരു ഹദീസിൽ കാണാം, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാക്കിയിട്ടുള്ള സ്വഹീഹുൽ ജാമിഇലുള്ള ഒരു ഹദീസ്, ഇൽതമിസു ലൈലത്തുൽ ഖദ്ർ ഫി ആഖിരി ലൈലത്തി മിൻ റമദാൻ. ലൈലത്തുൽ ഖദ്ർ റമദാനിലെ അവസാനത്തെ രാത്രിയിലാവാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടല്ല, അവസാനത്തെ രാത്രിയിലും ലൈലത്തുൽ ഖദ്ർ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി ഒരു രാത്രി കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റമദാനിൽ ഓരോ രാത്രിയും പകലും വിലപ്പെട്ടതാണ്. അത് ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.